ഉറക്കമൊളിച്ച് രാത്രിയിൽ ചെയ്തത് പകൽ വെട്ടത്തിൽ പതിനായിരങ്ങൾ കണ്ടു. രാത്രിയിൽ അധ്വാനിച്ചവർക്കും അത് ആനന്ദം പകർന്നു. വത്തിക്കാൻ ചതുരത്തിലേക്ക് നീങ്ങവേ തീർത്ഥാടകരുടെ മനസ്സ് നിറച്ച ഒരു മനോഹര കാഴ്ച. കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കുളിരണിയിക്കുന്ന ഈ കാഴ്ചയ്ക്ക് പിന്നിൽ പണിയെടുത്തത് കരകൗശല വിദഗ്ധരാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് നയിക്കുന്ന പാതയായ വിയ ഡെല്ല കോൺസിലിയാസിയോനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഞായറാഴ്ച തറപ്പടവുകളിൽ ഒരുക്കിയ വർണ്ണാഭമായ ചിത്രപ്പണികളിൽ പതിനായിരക്കണക്കിന് തീർത്ഥാടകരുടെ മനസ്സും ഹൃദയവും ഒരുപോലെ നിറഞ്ഞു. യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും പ്രകൃതി വിഭവങ്ങളുടെയും കലാസൃഷ്ടികളാണ് വിവിധ വർണ്ണങ്ങളിലായി കലാകാരന്മാർ അവിടെ ഒരുക്കിയിരുന്നത്. ഇറ്റലിയിലുടനീളമുള്ള കരകൗശല വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഇതിന് ചുക്കാൻ പിടിച്ചു. കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിനോടനുബന്ധിച്ച് ഇറ്റാലിയൻ പട്ടണമായ സ്പെല്ലോയിൽ വിവിധ തെരുവുകളിൽ പരവതാനികളാലും പൂക്കളാലും നിരവധി കലാസൃഷ്ടികൾ ഒരുക്കുന്നുണ്ട്. ഇതിന് സമാനമായ വിധത്തിലാണ് വിയ ഡെല്ല കോൺസിലിയാസിയോനയിൽ ഈ കാഴ്ച ഒരുങ്ങിയത്. ഇൻഫയററ്റോ സ്റ്റോറിക്ക അഥവാ ചരിത്രപരമായ പുഷ്പമേള എന്ന പേരിൽ ഒരുക്കിയ വൈവിധ്യമാർന്ന ഈ വിവിധ രൂപങ്ങൾ അനേകർക്ക് സമ്മാനിച്ചത് നയനമനോഹരമായ കാഴ്ചയായിരുന്നു. മറ്റൊരു പ്രത്യേകത, ഈ കലാസൃഷ്ടികൾ നിർമ്മിച്ചിരിക്കുന്നത് ഉണങ്ങിയ പുഷ്പദളങ്ങൾ, മരക്കഷ്ണങ്ങൾ, നിറമുള്ള മണൽ, ഉപ്പ്, പഞ്ചസാര, പ്രകൃതിദത്ത നിറങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം പുഷ്പകലാകാരന്മാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സംഘങ്ങൾ രാത്രി മുഴുവൻ നടത്തിയ തീവ്രമായ പരിശ്രമം ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് അവസാനിച്ചത്. പിറ്റേന്ന് രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കാനെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകരെ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള വീതിയിൽ കാത്തിരുന്നത് നയനമനോഹരമായ കാഴ്ചകളായിരുന്നു. ഇനി വെറുതെ ഒരു സുപ്രഭാതത്തിൽ തോന്നിയ ഒരു ആശയമല്ലിത്. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ 1625 പേപ്പൽ ഫോറസ്റ്റിൻ്റെ ഓഫീസ് തലവനായ ബെനഡറ്റോ ഡ്രൈ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രവേശന കവാടം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചൊരു പാരമ്പര്യമുണ്ട്. പേപ്പൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പസ്തോലിക് ഫ്ലവർ ഷോപ്പാണ്. പൂക്കളും മറ്റും വിപണനം ചെയ്യുന്ന അപ്പസ്തോലിക പുഷ്പ വിപണനശാല. പേപ്പൽ ഫോറസ്റ്റിൻ്റെ തലവനായ ബെനഡറ്റോ ഡ്രൈ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക അഥവാ സംരക്ഷിക്കുക എന്നതിൻ്റെ പിന്തുടർച്ച കൂടിയാണ് വത്തിക്കാനിൽ ഒരുങ്ങിയ ഈ മനോഹര കലാസൃഷ്ടി.